ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അബ്ദുൽ മാലിക്, LP ഗവൺമെന്റ് സ്കൂൾ അറബിക് അധ്യാപകൻ, ആ സ്ഥാപനത്തിൻ്റെ മാനേജ്മെന്റ് പ്രതിനിധി. വെൽക്കം സർ. താങ്ക് യു. ഞാൻ വന്നത് നിങ്ങളുടെ സ്ഥാപനത്തെക്കുറിച്ച് പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ട്, കുറച്ച് കാലമായിട്ട് കേൾക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഒരു LP അധ്യാപകൻ എന്ന നിലയ്ക്ക് നമുക്ക് LP സ്കൂളിനെ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ ഈ വെക്കേഷൻ സമയം 2 മാസം വെക്കേഷനാണല്ലോ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കോഴ്സുകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഒന്ന് ലോവർ പ്രൈമറി സ്കൂളുകൾക്ക് വേണ്ടിയിട്ട് അതെന്തൊക്കെയാണെന്നുള്ളതൊന്നും അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് പറയുകയാണെങ്കിൽ വലിയ ഉപകാരമായി. തീർച്ചയായും. ഇവിടെ നമ്മുടെ വെക്കേഷനിൽ വിദ്യാർത്ഥികൾക്ക് 60 മണിക്കൂർ പാക്കേജിൽ ഉള്ള മൊഡ്യൂളാണ്. 60 മണിക്കൂർ കോഴ്സാണ്. 60 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ് മൊഡ്യൂളും പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അത് പെരുന്നാൾ കഴിഞ്ഞ പാടുന്ന വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. രാവിലത്തെ ബാച്ച് വരുന്നത് മിക്സ് സ്റ്റുഡൻസ് ആയിരിക്കും. അതിൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ആൻഡ് ഡിഗ്രി, അതാണ് രാവിലത്തെ ബാച്ച്. LP സ്കൂളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആഫ്റ്റർനൂണാണ്, 3 to 4:30 ആണ്. അപ്പോൾ ചെറിയ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളും സംസാരങ്ങളും ഡ്രിൽ പാറ്റേണുകളും ആക്ടിവിറ്റീസും ഗെയിംസും അതേപോലെ അവരുടെ പ്രസൻറ്റേഷൻ സ്കില്ല്, സ്റ്റേജ് ഫിയറൊക്കെ മാറ്റിയെടുക്കുന്ന രീതിയിലാണ് അവർക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മറ്റുള്ളവർക്കും അങ്ങനെ തന്നെയാണ്. പക്ഷെ അവരെ വൊക്കാബുലറി ഡെവലപ്മെൻറ്റ്, ഇഡിയംസ്, ഫ്രേസൽ വേർബ്സ് അങ്ങനത്തെ യൂസ് ചെയ്തിട്ടുള്ളത് അങ്ങനെ കുറച്ചുകൂടി ഹൈ ആയി കൊണ്ടിട്ടാണ് അവർക്ക് പോകുന്നത്. ചെറിയ മക്കളെ സംബന്ധിച്ചിടത്തോളം ആക്ടിവിറ്റി 100% ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ ഒരു പൊതുവിദ്യാലയത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, പൊതുവിദ്യാലയം ഇപ്പോൾ ഏകദേശം എല്ലാ പൊതുവിദ്യാലയങ്ങളിലും ഇംഗ്ലീഷ് മീഡിയം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് മാറി. ഒരു ഡിവിഷൻ ഇംഗ്ലീഷ് മീഡിയമായി. ഞങ്ങളുടെ സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്. അപ്പോൾ ഇതിനൊരു പോരായ്മ എന്ന് ചില രക്ഷിതാക്കളുടെ നമുക്ക് ഇതിൻ്റെ ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ മനസ്സിലാകുന്നത് കുട്ടികൾ കൃത്യമായി സംസാരിക്കാനുള്ളൊരു കഴിവ് കുട്ടികൾക്ക് വരുന്നില്ല. ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവ് കുട്ടികൾക്ക് കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. പറയുമ്പോൾ ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്. നമ്മളെ പഞ്ചായത്തിൽ തന്നെ എനിക്ക് തോന്നുന്ന എല്ലാ സ്കൂളുകളിലും ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്. അത് LP തലം മുതൽ ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്, 7ാം ക്ലാസ് വരെ. അപ്പോൾ അത് പുറത്തൊരു ഹൈസ്കൂളിലും ഇംഗ്ലീഷ് മീഡിയം സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ഷിതാക്കൾ വിലയിരുത്തുമ്പോൾ കുട്ടി ആ ഒരു ഇതിലേക്ക് എത്തുന്നില്ല. ഒരു ഇംഗ്ലീഷ് മീഡിയം എന്ന സ്കൂളിൽ പഠിക്കുന്ന, അപ്പോൾ നമ്മളിപ്പോൾ ഒരു MESനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ലെവലിലേക്ക് കുട്ടി എത്തുന്നില്ല. ആ ഒരു പരാതി ചില രക്ഷിതാക്കൾക്കൊക്കെ ആശങ്ക രക്ഷിതാക്കൾ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു നമുക്ക് ഈ ഒരു 2 മാസത്തെ വെക്കേഷനിൽ നമുക്ക് കുട്ടികളെ രക്ഷിതാക്കളുമായിട്ട് അങ്ങനെ ഒരു നടത്തും കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ സ്ഥാപനം നിങ്ങൾക്ക് അതിന് എന്ത് ചെയ്യാൻ കഴിയും എന്നതും കൂടി ഒന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ആദ്യമായി നമ്മൾ പൊതുവിദ്യാലയങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് മീഡിയം ആകുമ്പോൾ ടെക്സ്റ്റ് കംപ്ലീറ്റ് ഇംഗ്ലീഷിലാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മലയാളം ടെക്സ്റ്റിലുണ്ട്, ഉള്ളിലുണ്ട്. മലയാളം ടെക്സ്റ്റിലുണ്ട്, ഉള്ളിലുണ്ട്. ഇംഗ്ലീഷിൻ്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് ടെക്സ്റ്റിലുണ്ട്, ഉള്ളിലില്ല. ഇതാണ് എൻ്റെ ബേസിക് പ്രശ്നം. അപ്പോൾ ഇംഗ്ലീഷ് ഉള്ളിലേക്ക് വരുന്നതോട് കൂടിയിട്ടുണ്ടാവും കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആവും. അപ്പം അതിന് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു പാറ്റേൺ LSRW, ലിസൺ, സ്പീക്ക്, റീഡ്, റൈറ്റ്. അപ്പോൾ കേൾക്കുക എന്നതാണ്. കുട്ടികൾ കേൾക്കും. ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കുറേ വീഡിയോ ന്യൂസ് കണ്ടതുകൊണ്ടോ യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടല്ല. നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന സംഗതികൾ സംസാരിക്കുന്നത് അവർ കേൾക്കണം. അവരോട് സംസാരിക്കുന്നത് കേൾക്കണം. മറ്റുള്ളവർ സംസാരിക്കുന്നത് കുട്ടികൾ കേൾക്കുമ്പോൾ മാത്രമേ കമ്മ്യൂണിക്കേഷൻ, ഇംഗ്ലീഷിലുള്ള കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ആവുകയുള്ളൂ. അതിന് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഈ സ്ഥാപനം മുന്നോട്ട് വെക്കുന്ന ഒരു സിമ്പിൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ക്ലാസ് റൂം മാനേജ്മെൻറ്റിൻ്റെ ഇംഗ്ലീഷ്. അത് LP കുട്ടികൾക്കുമാണ്. അപ്പോൾ ക്ലാസ് റൂം മാനേജ്മെൻറ്റിൻ്റെ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ കുട്ടികൾ ക്ലാസ് റൂമിൽ സംസാരിക്കുന്ന എല്ലാ ചെറുതും വലുതുമായ കാര്യങ്ങൾ ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതിന് ടീച്ചർ ഏബിളാവുക എന്നാണ് ഒരു മെത്തേഡ്. അതേപോലെ കുട്ടികളും അതിന് ഏബിളായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ കടിക്കണ്, മാന്നല്, ചവിട്ടണ്, കുത്തിന്, പിച്ചിന്, നുള്ളണ്, തലകുത്തികള്, ബുക്കിൻ്റെ പേജിൽ നിന്ന് ബുക്കിൽ കുത്തിവാരി ഇടണം, വെള്ളം കളഞ്ഞ്, കറി കളഞ്ഞ്, ചോറ് കളഞ്ഞ്, കളിയാക്കണ്, കൊഞ്ഞനം കത്തുന്നത്, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ എങ്ങനെ ഇംഗ്ലീഷ് പറയാം. അത് ഒരു ബേസിക്സ് ആണ്.
ഇപ്പൊ ചെറിയ മക്കളെ സംബന്ധിച്ചുള്ള ചെറിയ മക്കൾക്ക് നമ്മൾ പറയുന്നതാണ് എൻ്റെ പെൻസിൽ പൂർണ്ണിപ്പിക്കട്ടെ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? ഞാൻ വായിക്കണോ, ഞാൻ എഴുതണോ, ഞാൻ കോപ്പി ചെയ്തണോ? ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ പറയാൻ കുട്ടികളെ പ്രാപ്തമാക്കുക എന്നാണ് ക്ലാസ് റൂമിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്ലാസ് എടുക്കുന്നത് ഇംഗ്ലീഷിൽ എടുക്കുക എന്നതിലുപരി ക്ലാസ് റൂമിലെ കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവരിക എന്നാണ് അതിന് ഏറ്റവും പ്രായോഗികമായ മെത്തേഡ്. അങ്ങനെ എല്ലാ ക്ലാസ് റൂമുകളും ഒരു 70% ഇംഗ്ലീഷിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ക്യാമ്പസ് മൊത്തം അതിൻ്റെ റിഫ്ലക്ഷൻ വരും. അതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന സംഗതി. വലിയ വലിയ സംഗതിയൊന്നും പഠിക്കാതെ come here, go there, sit, stand up, sit down, did you complete your work? ഇതൊക്കെ ആശയവിനിമയങ്ങളാണ്. Why are you sleeping in the class? Why don't you pay attention? ഇതൊക്കെ ക്ലാസ് റൂമിലെ ടീച്ചേഴ്സ് പറയുന്ന സംഗതികളാണ്. ഇതൊക്കെ മലയാളത്തിൽ പറയുന്നതിന് ഇംഗ്ലീഷിൽ പറയാം. ക്ലാസ് എടുക്കുന്നത് കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുട്ടിക്ക് പ്രാപ്യമായ അല്ലെങ്കിൽ ടീച്ചറിൻ്റെ കഴിവിനനുസരിച്ച് കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ മലയാളത്തിലാണെങ്കിലും മലയാളത്തിൽ ക്ലാസ് എടുക്കാം. ഇതാണ് LP-ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മൊഡ്യൂൾ അല്ലെങ്കിൽ ഒരു പ്ലാൻ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ വെക്കേഷൻ എന്ത് ചെയ്യാൻ പറ്റും? വെക്കേഷൻ നമുക്ക് 60 മണിക്കൂർ പാക്കേജ് ആണല്ലോ. 60 മണിക്കൂർ കുട്ടികളുടെ ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാവും. ഈ 60 മണിക്കൂർ എന്ന് പറയുന്നത് നിങ്ങൾ പിന്നെ എത്ര ദിവസമാണ് ഇതിൻ്റെ? ഡെയിലി 1.5 മണിക്കൂർ വെച്ച് 1.5 മണിക്കൂർ. അപ്പോൾ എത്ര ദിവസം? 60 മണിക്കൂർ എന്ന് പറയുമ്പോൾ 40 ദിവസം അല്ലേ? വെക്കേഷന് 40 ദിവസം വരും. അതിപ്പോൾ നിങ്ങൾ എന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പെരുന്നാൾ സ്റ്റാർട്ടാവും. അതിൻ്റെ ബ്രേക്ക് ഉണ്ടാവും. ബാക്കി എല്ലാ സമയങ്ങളും ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ അവർക്ക് സാറ്റർഡേ സൺഡേ അവർക്ക് ലീവ് തന്നെ ആയിരിക്കും. മറ്റുള്ള വർക്കിംഗ് ഡേയ്സിൽ 5 ഡേയ്സിൽ ഉണ്ടാവും. 1.5 hour വെച്ച് പോകും. ചില ദിവസങ്ങളിലൊക്കെ പിന്നെ 2 hours ആയിട്ട് പോകും ആക്ടിവിറ്റി ആയിട്ട്. എങ്ങനെയായാലും 40 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 40 മണിക്കൂർ കൂടുതൽ അവർക്ക് ഈ 40 ദിവസം കൂടെ ഏകദേശം 50 മണിക്കൂർ കിട്ടും. നമ്മുടെ പാക്കേജിന്റെ ഭാഗമായിട്ട് 40 hours ഡിസൈൻഡ് ആസ് പെർ ദ മൊഡ്യൂൾ 40 hours. ഞാനിപ്പോൾ ഇങ്ങോട്ട് കടന്നു വന്നപ്പോഴേ എനിക്ക് തോന്നിയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റിയൊരു സാഹചര്യമാണ്. ഒന്നാമത് ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ ചൂട്, അത് ഈയൊരു പിന്നെ സാഹചര്യം, ഈ ഒരു ക്ലാസ് റൂം എനിക്ക് തോന്നിയത് നല്ല കംഫർട്ടാണ് കുട്ടികൾക്ക്. നമുക്കിവിടെ 50 ചെയർസ്, ഇവിടെ 20 ചെയർസ് മാത്രമേ ഇരിക്കുള്ളൂ. വെക്കേഷൻ അല്ലാതെ റെഗുലർ വീക്കെൻഡ് ക്ലാസ് ആണ്. റെഗുലർ വീക്കെൻഡ് ക്ലാസ് ആണ്. നമുക്ക് അതിലൂടെ ഒരു 17 അഡ്മിഷനേ ഉള്ളൂ. അവരുടെ ക്ലാസ് ഒരു 20 ചെയർസ് ഇവിടെ ഉള്ളൂ. ബാക്കി ചെയർസ് ഇവിടെ ഉണ്ട്. നമുക്കൊരു 50 ചെയർസ് ഇവിടെ അവൈലബിൾ ആണ്. 50 സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയും. AC, ഫാൻ, ലൈറ്റ്, സ്മാർട്ട് എല്ലാം കണ്ടു. ഇപ്പോൾ കണ്ടപ്പോൾ അതെല്ലാം കൊണ്ടും സൂട്ടബിൾ ആണ് ക്ലാസ് റൂം. നമ്മൾ ആഗ്രഹിക്കുന്നത് നാട്ടിലെ നമ്മളൊരു ഗ്രാമമാണ് അല്ലേ? നമ്മൾ പറയുന്ന പോലെ ഒരു ഗ്രാമമാണ്. ഗ്രാമത്തിലെ മക്കൾ ഇവിടെ വന്നിട്ട് പഠിക്കണം. ഇവിടെ ഈ നമ്മളെ നാട്ടിൽ ഇപ്പം മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ പല ആളുകളും ഈ സ്ഥാപനം ഉണ്ടായിട്ട് പോലും പുറത്തു പോയി പഠിക്കുന്ന ആളുകളുണ്ടാവും. അത് എന്താണെന്നറിയില്ല. പക്ഷേ അതാണ് ഇതിൻ്റെ ഒരു സത്യം. അതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമ്മൾ ഏത് സ്ഥാപനമാണെങ്കിലും നമ്മളെ നാട്ടിലെ സ്ഥാപനത്തെ മാക്സിമം എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. അതിൽ ആ സ്ഥാപനത്തെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ഇപ്പോൾ തിരൂര് ഇപ്പോൾ പുറത്ത് പോയി പഠിക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണ്. ഒരു കുട്ടി പുറത്ത് പോയി പഠിച്ച് ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന് പോവുകയാണെങ്കിൽ തന്നെ ആ കുട്ടി ഇവിടുന്ന് ഇപ്പോൾ തിരൂരിലേക്ക് പോകാണ്ട് കണക്ക് കൂട്ടിക്കോളി. ഏകദേശം 1 മണിക്കൂറോളം ബസ് യാത്ര വരും. പിന്നെ അതിൻ്റെ ചിലവുകൾ വേറെ വരും. ഇതിപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ ഇങ്ങനൊരു സ്ഥാപനം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അടുത്തൊന്നും എൻ്റെ ഓർമ്മയിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവിടുത്തെ ക്ലാസ് റൂമും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനത്തെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിനൊരു ട്രെയിനിങ് സെൻറ്റർ വേറെ ഞാൻ കണ്ടിട്ടില്ല. സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിങ് സെൻറ്റർ മാത്രമല്ല, ഇവിടെ സൈക്കോളജി കൗൺസിലിംഗ് ഉണ്ട്. അവിടുത്തെ ഓഫീസും അതിനോടനുബന്ധിച്ച് കൗൺസിലിംഗ് കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്. നമ്മളെ കൂടെ സൈക്കോളജി ചെയ്യുന്ന ആളുണ്ട്. അദ്ദേഹമാണ് അവരുടെ ഏതൊക്കെ ദിവസങ്ങളിലാണ് വരുന്നത്? ബുക്കിംഗ് ചെയ്തു വരണം. പിന്നെ ഞാനും കൗൺസിലിംഗ് സൈക്കോളജി ചെയ്തു. ഞാനത് തുടങ്ങിയിട്ടില്ല. പ്രൈവറ്റായിട്ട് പലതും ചെയ്യുന്നുണ്ട്. പ്രൊഫഷണലി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല.
ഈ സ്ഥാപനം എന്തുകൊണ്ടും പുറത്തുപോയി പഠിക്കുന്ന വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം 150 to 200 അവർക്ക് എക്സ്പെൻസ് ആണ്. ചൂട് സമയത്ത് കയറി പോകുന്ന ഒരു മണിക്കൂർ യാത്ര, വെയിറ്റിംഗ് കണക്ക് ഒരു മണിക്കൂർ യാത്ര, റിട്ടേൺ ആവുന്ന 2 hours, പിന്നെ ഒരു 1.5 hours ക്ലാസ് ചെയ്യുമ്പോൾ തന്നെ 4 hours 4 to 5 hours ഒരു ദിവസം കഴിയും. ഇവിടെ വന്ന് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഒന്ന് ഇവിടുത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രിൽ പാറ്റേൺ ഉണ്ട്, പാക്ക് ഉണ്ട്, പിന്നെ IELTS-ന്റെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, സ്റ്റേജിൽ വന്നിട്ട് പെർഫോം ചെയ്യാം, പബ്ലിക് സ്പീക്കിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്, സ്റ്റേജിൽ പെർഫോം ചെയ്ത് സ്റ്റേജ് ഫിയർ മാറ്റാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ പഠിതാക്കളോട് ചോദിച്ചിട്ട് സ്റ്റേജിൽ വന്ന് പ്രസന്റേഷൻ നടത്താം. പ്രസന്റേഷൻ സ്ക്രീനിൽ പവർ പോയിന്റ് പ്രസന്റേഷൻ സ്ക്രീനിൽ ഇട്ട് കൊടുത്തിട്ട് അവർക്ക് വേണ്ട പവർ പോയിന്റ് പ്രസന്റേഷൻ അവർ തയ്യാറാക്കും. അവർക്ക് തയ്യാറാക്കാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അവർക്ക് തയ്യാറാക്കാൻ പ്രയാസങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും. എന്നിട്ട് അത് പ്രസന്റ് ചെയ്ത് കൊടുക്കും. അവർ വീണ്ടും പ്രസന്റ് ചെയ്യും. അപ്പോൾ കുറേ പ്രാവശ്യം ഒരു വിഷയത്തെക്കുറിച്ച് പ്രസന്റേഷൻ നടത്തുന്ന ആളെ സംബന്ധിച്ചിടത്തോളം സ്റ്റേജ് ഫിയർ ആളുണ്ടാവും. പിന്നെ വെൽക്കം സ്പീച്ച്, എല്ലാ ദിവസവും വെൽക്കം സ്പീച്ച്, വോട്ട് ഓഫ് താങ്ക്സ്, ഇതെല്ലാ ദിവസവും നടക്കണം. അതേപോലെ പിന്നെ അതിൻ്റെ ഇടയിലുള്ള ആശംസാ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഇതിൻ്റെ നടക്കുന്നുണ്ട്. ഇതൊക്കെ കുട്ടികൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മാറി ഓരോരുത്തരും ചെയ്യുമ്പോൾ ഒരു സ്മൂത്തിയാകുന്നതോടുകൂടെ തന്നെ അവർക്ക് നല്ലൊരു കോൺഫിഡൻസ്, ആറ് മുന്നിൽ എഴുന്നേറ്റ് സംസാരിക്കാനുള്ള ആത്മവിശ്വാസം തീർച്ചയായിട്ടും. അതുപോലെ നമ്മളെ സ്കൂളിലൊരു സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ടീച്ചർ വന്നിരുന്നു, സാദിയ. അപ്പോൾ ഇവിടുന്ന് ട്രെയിനിങ് കിട്ടി വന്ന കുട്ടിയാണെന്ന് പറഞ്ഞു. അവിടെ ഇപ്പോൾ ഏകദേശം ഒരു 8 മാസത്തോളം അവരവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല വന്നിരുന്നു അല്ലേ. അവർ പിന്നെ വന്ന സമയത്ത് പിന്നെ ഇപ്പോൾ കുട്ടികളായിട്ടാണെങ്കിലും നല്ല രക്ഷിതാക്കളുടെ നല്ല അഭിപ്രായമാണ് വന്നത്. അവിടെ നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പിന്നെയാണ് അറിയാം ഇവിടുന്നാണ് അവൾ അവിടെ വന്നതെന്നുള്ളത്. പിന്നീടാണ് അത് അറിയുന്നത്. എന്തായാലും അപ്പോൾ അന്ന് മുതലേ എൻ്റെ മനസ്സിലുണ്ട് ഒന്നിവിടെ നിങ്ങളുമായിട്ടൊന്ന് ഇവിടുത്തെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ അറിയണം. ഞങ്ങൾ പിന്നെ അതുപോലെ തന്നെ മാഷുമായിട്ട് ഡിസ്കസ് ചെയ്ത കാര്യമാണ് സ്പോക്കൺ എന്നുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് എത്ര കണ്ടിട്ട് പിന്നെ ഈ ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിലും ഒരു സംസാരിക്കാനുള്ളൊരു കഴിവ് കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കൽ എന്തായാലും ഇവിടെ വന്നപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റി. എന്തായാലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിനും എല്ലാത്തിനും താങ്ക്സ് ഉണ്ട്.